ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVSലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. മറ്റ് സബ്ജക്റ്റും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മക്കൾക്ക് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ജീവികളും ചുറ്റുപാടും, ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഇവിടെ ആദ്യം തന്നത് നമുക്കൊന്ന് വായിക്കാം. 28/2024. Today we selected a water lily pond for environmental observation. പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽ കുളമാണ്. We traveled along the edge of the paddy field and reached the bank of the pond. അതായത് വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി. From the shade of a tree on the bank we observed the pond. കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ. തെളിഞ്ഞ വെള്ളമാണ് അല്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. വാട്ടർ ലില്ലീസ് വെർ ഇൻ ഫുൾ ബ്ലൂം. എന്താണ്? ആമ്പലുകൾ പൂവിട്ട് നിൽക്കുകയാണ്. വി നോട്ടീസ്ഡ് വാരിയസ് അക്വാട്ടിക് പ്ലാന്റ്സ്, മോസസ് ആൻഡ് ഫോളൻ ലീവ്സ് ഓൺ ദ വാട്ടർ. ജലസസ്യങ്ങളും ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം. ചിത്രത്തിൽ നോക്കിക്കേ. ഗ്രാസസ്, വൈൻസ് ആൻഡ് ഷ്രബ്സ് വെർ ഗ്രോയിങ് അലോങ് ദ ബാങ്ക് ഓഫ് ദ പോണ്ട്. കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. There were birds, squirrels, chameleons, spiders, ants and other small organisms on the jamon tree near the pond. അതായത് ഞാവലാണ് കേട്ടോ. കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ, അണ്ണാൻ, മരയോന്ത്, ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളും ഉണ്ട്. There was plenty of fish in the pond. കുളത്തിൽ നിറയെ മത്സ്യങ്ങളായിരുന്നു. They occasionally came to the surface and opened their mouths. അല്ലേ, അവ ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായ് പിളർക്കും. Frogs, tadpoles, crabs, snails, water snakes and other aquatic organisms were also the inhabitants of the water lily pond. തവള, വാൽമാക്രി, ഞണ്ട്, ഒച്ച്, നീർക്കോലി, ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽക്കുളത്തിലെ മറ്റ് അന്തേവാസികൾ. We played by throwing small stones into the pond, creating ripples. അതെന്താണ്? കുളത്തിൽ ചെറുകല്ലുകളിട്ട് ഓളങ്ങളുണ്ടാക്കി ഞങ്ങൾ കളിച്ചു. We spent a lot of time enjoying the coolness of the pond. കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. ഇതെന്താണ്? റൈനയുടെ ഒബ്സർവേഷൻ നോട്ടാണല്ലേ. ഡിഡ് യു റീഡ് റൈനാസ് ഒബ്സർവേഷൻ നോട്ട്? യെസ്. വിച്ച് ഓർഗാനിസംസ് ഡിഡ് യു സീ ഇൻ ദ പോണ്ട്? ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത്? ഫിഷസ്, ഫ്രോഗ്സ്, ടാഡ്പോൾസ്, ക്രാബ്സ്, സ്നെയിൽസ്, വാട്ടർ സ്നേക്സ് എക്സെട്ര അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓർഗാനിസംസ് ലിവ്ഡ് ഓൺ ദ ട്രീ? മരത്തിൽ കണ്ട ജീവികൾ ഏതൊക്കെയാ? ബേർഡ്സ്, സ്ക്വിറൽസ്, കാമിലിയോൺസ്, സ്പൈഡേഴ്സ്, ആൻസ് അല്ലേ, ആൻഡ് അതർ സ്മോൾ ഓർഗാനിസംസ്. ഡു ഓൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലിവ്? എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ഒരു സ്ഥലം ആവശ്യമില്ലേ? യെസ്. Can organisms that live in water also live on land? ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ? എല്ലാ ജീവികൾക്കും ഒന്നുമില്ലെങ്കിലും അങ്ങനെ രണ്ട് സ്ഥലത്തും, ജലത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളെയും നമുക്കറിയാം അല്ലേ. വൈ കാൺ ഫിഷ് ലിവ് ഓൺ ലാൻഡ്? എന്തുകൊണ്ടാണ് ഫിഷിന് കരയിൽ ജീവിക്കാൻ പറ്റാത്തത്? ഫിഷ് നീഡ് വാട്ടർ ടു ലിവ്. ദേ ബ്രീത്ത് ഇൻ വാട്ടർ യൂസിങ് ഗിൽസ് അല്ലേ. അവയ്ക്ക് ജീവിക്കാൻ വെള്ളം ആവശ്യമാണ്. അവർ ഗിൽസ് ഉപയോഗിച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഇനി ഷെയർ ഗസ്സസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഊഹം പറയാനാണ്. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് യു ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ്പ് ദം ലിവ് ഇൻ വാട്ടർ? എന്ത് പ്രത്യേകതയാണ് ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്നതായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചത്? ഫിഷ് ബ്രീത്ത് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഗിൽസ്. ദ ഫിൻസ് ഓഫ് ഫിഷ് ഹെൽപ്പ് ദം ടു സ്വിം ഇൻ വാട്ടർ. ഇനി താഴെ നോക്കിക്കേ. ലെറ്റ്സ് ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. അല്ലെ, ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ച് നോക്കിക്കേ. മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? അതെ, ഫിഷിൻ്റെ ആകൃതി എന്ന് പറയുന്നത് നീളമുള്ളതാണ്, എന്നാൽ അറ്റത്തിൽ അടുത്തായിട്ട് കുറുകിയിട്ടാണല്ലേ ഉള്ളത്. അപ്പോൾ ഫിഷിൻ്റെ ഷേപ്പിന് നമുക്ക് സ്ട്രീം ലൈൻഡ് എന്ന് പറയാം. ഹൗ ഡസ് ദിസ് ഷേപ്പ് ഹെൽപ്പ് ദ ഫിഷ് മൂവ് ഇൻ വാട്ടർ? ഈ ഷേപ്പ് എങ്ങനെയാണ് ഫിഷിന് വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്?
The streamlined shape helps the fish move in water by reducing resistance. So it can swim easily and quickly. പ്രതിരോധം കുറയ്ക്കുന്നതിലൂടെ it can swim easily and quickly. ഇനി ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ ബോട്ട്സ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വഞ്ചികളാണ്, ബോട്ടാണ്. അപ്പോൾ അത് നോക്കുക. വിച്ച് ഓഫ് ദീസ് ഷേപ്പ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ. ഇതിൽ ഏറ്റവും അനുയോജ്യമായത്, ട്രാവൽ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഷേപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് അല്ലേ. ദ ഫസ്റ്റ് ഷേപ്പ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ, പിന്നെ ഫിഷ് വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്നത്. ഫിഷ് മൂവ് ഇൻ വാട്ടർ ബൈ മൂവിങ് ദെയർ ടെയിൽസ് ആൻഡ് ഫിൻസ്. ടെയിൽസും ഫിൻസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്നത്. ഹൗ ഡു ദേ ചേഞ്ച് ദെയർ ഡയറക്ഷൻ. അവരുടെ ഡയറക്ഷൻ എങ്ങനെയാണ് മാറ്റുന്നത്? ഫിഷ് ചേഞ്ച് ദെയർ ഡയറക്ഷൻ ബൈ മൂവിങ് ദെയർ ഫിൻസ് ആൻഡ് ടെയിൽ. ഇതാണ് അവർ ഇടത്തോട്ടും വലത്തോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ദിസ് ഹെൽപ്സ് ദം ടേൺ ലെഫ്റ്റ് ഓർ റൈറ്റ് ഇൻ വാട്ടർ. ഇതൊക്കെയാ ഫിൻസ് ആൻഡ് ടെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ദെയർ സ്കെയിൽസ് അറേഞ്ച്ഡ്. അവയുടെ സ്കെയിൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഫിഷ് സ്കെയിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ഓവർലാപ്പിംഗ് റോസ് ലൈക്ക് റൂഫ് ടൈൽസ്. റൂഫ് ടൈൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെയാണ് കേട്ടോ. വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്സ് ദം ബ്രീത്ത്. അവയുടെ ഏത് ശരീരഭാഗമാണ് ശ്വസിക്കാൻ വേണ്ടി, ബ്രീത്ത് ചെയ്യാൻ വേണ്ടി അവയെ സഹായിക്കുന്നത്? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, ഫിഷ് യൂസ് ദെയർ ഗിൽസ് ടു ബ്രീത്ത്. അല്ലെ, ഗിൽസ് ഉപയോഗിച്ചാണ് അവയെ ബ്രീത്ത് ചെയ്യുന്നത്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷ് ലിവ് ഇൻ വാട്ടർ. ഫിഷിന് വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇത് താഴെ ആ ബോക്സിലുള്ളത് തന്നെയാണ് കേട്ടോ. ദ ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽസ് ഫിൻ, അറേഞ്ച്മെൻറ്റ് ഓഫ് സ്കെയിൽസ് ആൻഡ് സ്ലിപ്പറി നേച്ചർ ഓഫ് ഫിഷ് ഹെൽപ്പ് ദം മൂവ് ത്രൂ വാട്ടർ. അത്രയാണ് അതിൻ്റെ ഒരു ആൻസർ. അപ്പോൾ മക്കൾക്ക് ഏകദേശം ഫിഷിൻ്റെ ഒരു ഷേപ്പും ഫീച്ചേഴ്സും ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്പെഷ്യൽ ഫീച്ചേഴ്സുള്ള കുറച്ച് പ്ലാന്റ്സ് നോക്കാം. ഇവിടെ നമുക്ക് ഡെസേർട്ടിലുണ്ടാവുന്ന രണ്ട് പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ഒന്ന് കാക്ടസ് ആണ്, ഒന്ന് അഗേവ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. താഴെ രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. ഇങ്ങനെയുള്ള ചെടികൾക്ക് എന്താണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളത്, എന്തൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മിന് എന്ത് പ്രത്യേകതയാണുള്ളതെന്ന്. അപ്പോൾ അത് രണ്ടിനും കൂടെ താഴെ എഴുതിയത് നോക്കിക്കേ. പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ട് അല്ലേ, മരുഭൂമിയിലെ സസ്യങ്ങൾ. ഡെസേർട്ട് പ്ലാന്റ്സ് മേ ഹാവ് നോ ലീവ്സ് ഓർ ഹാവ് സ്മോൾ ലീവ്സ് ഓർ തോൺസ്. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ അല്ലെങ്കിൽ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം. ദെയർ സ്റ്റെംസ് ആർ തിക്ക്, ഗ്രീൻ ആൻഡ് ക്യാൻ സ്റ്റോർ വാട്ടർ. അവയുടെ തണ്ടുകൾ, സ്റ്റെം എന്ന് പറയുന്നത് നല്ല തിക്കായതും ഗ്രീൻ കളറും ജലം ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി ഉള്ളതും ആയിരിക്കും. എ വാക്സി കോട്ടിംഗ് ഓൺ ദെയർ സ്റ്റെം ഹെൽപ്സ് ദം പ്രിവെൻറ്റ് വാട്ടർ ലോസ്. അവയുടെ സ്റ്റെമ്മിലൊരു വാക്സി കോട്ടിംഗ് ഉണ്ട്, ഒരു മെഴുക് പോലെയുള്ള ആവരണം ഉണ്ട്. ആ കോട്ടിങ് ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. ദ ഡീപ്പ് റൂട്ട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ഫ്രം ഗ്രേറ്റ് ഡെപ്ത്. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ റൂട്ട്സ് ആഴത്തിൽ നിന്ന് പോലും വെള്ളം വലിച്ചെടുക്കും. സച്ച് ഡെസേർട്ട് പ്ലാന്റ്സ് ആർ നോൺ ആസ് സിറോഫൈറ്റ്സ്. ഡെസേർട്ട് പ്ലാന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? സിറോഫൈറ്റ്സ് എന്ന് കേട്ടോ. അതായത് മലയാളത്തിൽ മരുരൂഹങ്ങൾ എന്ന് പറയും. ഓൾ ദീസ് ഫീച്ചേഴ്സ് ഇനബിൾ ദം ടു സർവൈവ് ഇൻ ഡെസേർട്ട്. മരുഭൂമിയിൽ മേൽ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും എന്താണ്? മരുഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെടിയെ പ്രാപ്തമാക്കുകയാണ്. അവയുടെ തണ്ടുകളും വേരുകളും ഒക്കെ കേട്ടോ. അടുത്ത താഴെ നോക്കിക്കേ, അഡാപ്റ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്സ്. സസ്യങ്ങൾക്കായാലും ജന്തുക്കൾക്കായാലും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായിട്ടുള്ള കുറച്ച് ശാരീരികമായിട്ടുള്ള സവിശേഷതകളുണ്ട്. Any body features that helps an organism survive in its environment is called adaptation. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായിട്ടുള്ള ബോഡി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനമെന്ന് പറയുന്നത്. ഇനി വാട്ടർ ലില്ലിയും
അതുപോലെ ഫ്രോഗും കൂടെയുള്ള ഒരു കോൺവെർസേഷൻ നോക്കിക്കേ. വാട്ടർ ലില്ലി എന്താ പറയുന്നത്? വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റെം. അല്ലേ, തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. എയർ സാക്സിൻ്റെ സഹായത്തോടെയാണ് അവർ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഫ്രോഗ് പറയാണ് വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. വിരലുകൾ തമ്മിൽ ആ സ്കിന്നോണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് മൂലമാണ് വെള്ളത്തിലൂടെ നീന്താൻ ഞങ്ങൾക്ക് കഴിയുന്നത് എന്ന്. ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദെയർ അഡാപ്റ്റേഷൻസ്. അപ്പോൾ അതുപോലെയുള്ള കൂടുതൽ അഡാപ്റ്റേഷൻസ് എഴുതുക വാട്ടർ ലില്ലിയുടെയും ഫ്രോഗിൻ്റെയും. ആദ്യം വാട്ടർ ലില്ലിയുടേത് നോക്കാം. ഇറ്റ് ഫ്ലോട്ട്സ് ഇൻ ദ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ ദ സ്റ്റെം. അല്ലേ, തണ്ടുകളിലെ വായു അറകൾ ആമ്പലിനെന്താണ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നു. ലാർജ് ലീവ്സ് സ്പ്രെഡ് ഔട്ട് ഓവർ ദ വാട്ടർ അലോയിങ് ഫോർ മോർ സൺലൈറ്റ് ടു ബി അബ്സോർബ്ഡ്. അല്ലേ, വലിയ ഇലകൾ വെള്ളത്തിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്നതിനാൽ സൂര്യപ്രകാശം സൺലൈറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ കഴിയും. റൂട്ട്സ് ഹെൽപ്പ് ഹോൾഡ് വാട്ടർ ഇൻ ദ സോയിൽ. അല്ലേ, വേരുകൾ വെള്ളത്തിലുള്ള മണ്ണിൽ നന്നായി പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഇനി ഫ്രോഗിൻ്റെ നോക്കാം. ഇറ്റ് ക്യാൻ സ്വിം ഇൻ വാട്ടർ വിത്ത് ഫിംഗേഴ്സ് കണക്റ്റഡ് വിത്ത് ദ സ്കിൻ. ഫിംഗറുകൾക്കിടയിൽ സ്കിന്നുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വെള്ളത്തിലൂടെ നീന്താൻ കഴിയും. ദ ഫ്രോഗ്സ് ഐസ് ഓൺ ബോത്ത് സൈഡ്സ് ഹെൽപ്പ് ടു ഫൈൻഡ് പ്രേ. അവളയ്ക്ക് ഇരുവശത്തും ഉള്ള കണ്ണുകൾ ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നു. ഇറ്റ് ഹാസ് ബോത്ത് ഗിൽസ് ആൻഡ് സ്കിൻ റെസ്പിറേഷൻ ആൻഡ് ക്യാൻ ബ്രീത്ത് ബോത്ത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് വാട്ടർ. ലോങ് ലെഗ്സ് വിത്ത് പവർ ഫോർ ജമ്പിങ്. അല്ലെ, ചാടുവാൻ ശക്തിയുള്ള നീളമുള്ള കാലുകളുണ്ട്. ഇത്രയാണ് വാട്ടർ ലില്ലിയുടെയും ഫ്രോഗിൻ്റെയും ഒക്കെ അഡാപ്റ്റേഷൻസ് കേട്ടോ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വേർ ഡു ദീസ് ആനിമൽസ് ലിവ്. ഈ താഴെ കാണിക്കുന്ന ആനിമൽസ് ഒക്കെ എവിടെയാണ് താമസിക്കുന്നത്? ഫസ്റ്റ് ഗോട്ടാണ് തന്നിട്ടുള്ളത്, ആടാണ്. അല്ലേ, ആട് എവിടെയാ? ലാൻഡിലാണ്. പ്രോൺസ് വാട്ടറിൽ താമസിക്കുന്നവയാണ്. അതുപോലെ തന്നെ ടൊർട്ടോയ്സ് എവിടെയാണ്? വാട്ടറിലും പിന്നെ ലാൻഡിലും. ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ് നോക്കിക്കേ. റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ ആനിമൽസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ മറ്റുള്ള മൃഗങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഏതാണ്? ആനിമൽസ് ലിവ് ഓൺ ലാൻഡ്. അല്ലേ, കരയിൽ താമസിക്കുന്ന ജീവികൾ. ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ താമസിക്കുന്നവ. പിന്നെയോ ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, ടൊർട്ടോയ്സിനെ പോലെ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നവ. അങ്ങനെ 3 ടേബിൾ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ആനിമൽസ് ലിവ് ഓൺ ലാൻഡിൽ എന്തൊക്കെ എഴുതാം? കൗ, എലിഫൻറ്റ്, ലയണ്, ടൈഗർ, ഡോഗ്, ക്യാമൽ തുടങ്ങിയ ഒരുപാട് ജീവികളെ എഴുതാം. അല്ലേ, അടുത്തത് ആനിമൽസ് ലിവ് ഇൻ വാട്ടറിലോ? ഫിഷ്, ഒക്ടോപ്പസ്, ഡോൾഫിൻ, ഷാർക്ക്, സീ ഹോഴ്സ് എക്സെട്ര. ഇനി ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിലും കരയിലും കൂടെ ജീവിക്കാൻ പറ്റുന്നവ ആരൊക്കെയാ? ഫ്രോഗ്, ടൊർട്ടോയ്സ്, ക്രൊക്കോഡിൽ എക്സെട്ര. അടുത്തത് ആനിമൽസ് ലിവ് ഓൾസോ ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻസ്. വാട്ട് ആർ ദർ അഡാപ്റ്റേഷൻസ്? പിന്നെ മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നുണ്ട്. അല്ലേ, എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണ് അവർക്കുള്ളത്? ഇവിടെ ഒട്ടകം പറയുന്ന രീതിയിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ദ ഫാറ്റ് ഇൻ അവർ ഹംപ് ഹെൽപ്സ് അസ് ടു സർവൈവ് ഇൻ ദ ഡെസേർട്ട് ഫോർ ഡേയ്സ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. അല്ലേ, മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. പെൻഗ്വിൻസ് എന്താ പറയുന്നത്? ദ ഫാറ്റ് അണ്ടർ അവർ സ്കിൻ പ്രൊട്ടക്റ്റേഴ്സ് ഫ്രം ദ എക്സ്ട്രീം കോൾഡ് ഇൻ ദ പോളാർ റീജിയൻസ്. അല്ലേ, ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ 2 ജീവികൾക്കും അവയെ ജീവിക്കുന്ന സ്ഥലത്തുള്ള അഡാപ്റ്റേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അല്ലാതെ മറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് ക്യാമലിനും പെൻഗ്വിനും ഉള്ളത്? ആദ്യം ക്യാമലിൻ്റെ നോക്കാം. ഫാറ്റ് സ്റ്റോർ ഇൻ ദ ഹമ്പ്. ഹമ്പിലാണ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. തിക്ക് കോട്ട് ഓഫ് ഹെയർ നല്ല തിക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊടികളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടും കേട്ടോ. പിന്നെ ബുഷി ഐബ്രോസ് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ കണ്ണിലേക്ക് പൊടിയാവുന്നതൊക്കെ തടയും. പിന്നെയുള്ളത് ലാർജ് ഫീറ്റാണ്. കാലുകൾ നല്ല വലിപ്പത്തിലായതുകൊണ്ട് തന്നെ ചൂടിൽ നിന്ന് സംരക്ഷണം ലഭിക്കും.
ഇനി പെൻഗ്വിൻസിൻ്റെതോ സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ ഫിഷിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പ്. പിന്നെയോ വാട്ടർ പ്രൂഫ് ഫെദറാണ്. അപ്പോൾ ഫെദറിലേക്കൊന്നും അത്ര വെള്ളമൊന്നും ആയാൽ വാട്ടർ പ്രൂഫാണ് കേട്ടോ. അപ്പോൾ അധികം തണുപ്പുള്ള ഏരിയയിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അപ്പോൾ അധികം തണുപ്പ് അനുഭവപ്പെടില്ല. പിന്നെ ഹെവി സോളിഡ് ബോൺസ് ആണ് ഇവയ്ക്ക് ഉള്ളത്. ഇനി അടുത്തതാരാ നോക്കിക്കേ, എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ അല്ലേ, വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം അല്ലേ. വെള്ളം കുടിക്കാതെ ആരാ ജീവിക്കുന്നത് നോക്കാം. കങ്കാരു റാറ്റ് അല്ലേ, കങ്കാരു എലിയാണ്. ദ കങ്കാരു റാറ്റ് ഈസ് എ സ്മോൾ ആനിമൽ ഫൗണ്ട് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു റാറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് മെനി അഡാപ്റ്റേഷൻസ് ഫോർ ലിവിങ് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇവനുണ്ട്. പിന്നെയോ ഇറ്റ് ഡിഗ്സ് വെരി ഡീപ്പ് ബറോസ് ടു സർവൈവ് ദ ഹീറ്റ് ഓഫ് ദ ഡേ ആൻഡ് ലിവ്സ് ഇൻസൈഡ് ദം. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. പിന്നെയോ ഇറ്റ് ഹൺസ് ഫോർ പ്രേ അറ്റ് നൈറ്റ്. എപ്പോഴാണ് അവ ഇര തേടുന്നത്? രാത്രി കാലങ്ങളിലാണ്. ഇറ്റ് ക്യാൻ ലിവ് വിത്തൗട്ട് ഡ്രിങ്കിങ് എനി വാട്ടർ. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇറ്റ് ഗെറ്റ്സ് ദ വാട്ടർ ഇറ്റ് നീഡ്സ് ഫ്രം ഇറ്റ്സ് മെയിൻ ഫുഡ് സച്ച് ആസ് ഗ്രെയിൻസ്, സീഡ്സ് ആൻഡ് ഓൾസോ ഫ്രം ഇറ്റ്സ് ബോഡി ഫാറ്റ്. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പുകളിൽ നിന്നൊക്കെ എന്താണ് ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നുണ്ട്. വാട്ടർ ലോസ് ത്രൂ സ്വീറ്റ് ഓർ യൂറിൻ ഈസ് വെരി ലോ. അതായത് വിയർപ്പിലൂടെയും യൂറിനിലൂടെയൊക്കെയുള്ള ജലനഷ്ടം ഇവയ്ക്ക് വളരെ കുറവാണ്. ഇറ്റ് മൂവ്സ് ബൈ ഹോപ്പിംഗ് ലൈക്ക് എ കങ്കാരു യൂസിങ് ഇറ്റ്സ് ലോങ് ഹിൻഡ് ലെഗ്സ് അല്ലേ. ഒരു കങ്കാരുവിനെ പോലെ അതിൻ്റെ നീണ്ട പിൻകാലുകൾ ഉപയോഗിച്ച് അത് നീങ്ങുന്നു. ഇറ്റ് ക്യാൻ സ്റ്റോർ ഗ്രെയിൻസ് ആൻഡ് സീഡ്സ് ഇൻ ദ പൗച്ച് ഇൻ ഇറ്റ്സ് ചീക്സ്. അപ്പോൾ അതിൻ്റെ കവിളുകളിൽ ധാന്യങ്ങളും വിത്തുകളൊക്കെ സൂക്ഷിക്കാൻ ഇവയ്ക്ക് കഴിയും. അപ്പോൾ വെള്ളം കുടിക്കാതെയും ജീവിക്കാൻ പറ്റുന്ന ജീവി ഏതാണ്? കങ്കാരു റേറ്റാണ് കേട്ടോ. അടുത്തതാരൊക്കെയാ? ഒരു കൊക്കും ഒരു ഫിഷും ഉണ്ട് അല്ലേ. കൊക്ക് എന്താ പറയുന്നത്? വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലിവ് ഇൻ ദ ഫീൽഡ്. എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം കിട്ടും അല്ലേ. പിന്നെയോ ഫിഷ് പറയാണ് വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോണ്ട്. എനിക്ക് ഈ പോണ്ടിൽ നിന്ന്, കുളത്തിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. വാട്ട് ഡസ് എ സ്റ്റോർ ഗെറ്റ് ഫ്രം ദ ഫീൽഡ്. ഫീൽഡിൽ നിന്ന് എന്തൊക്കെയാണ് കൊക്കിന് ലഭിക്കുന്നത്? വയലിൽ നിന്ന് സ്മോൾ ഓർഗാനിസംസ്, പിന്നെ എർത്ത് വോംസ്, പിന്നെ കുഞ്ഞു കുഞ്ഞു ഫിഷ്, ഫ്രോഗ്സ് എക്സെട്ര. ഇനി വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്. ഫിഷിന് പോണ്ടിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? പ്ലേസ് ടു ലിവ്, പിന്നെ ഓക്സിജൻ ലഭിക്കുന്നു, ഫുഡ് ലഭിക്കുന്നു. ഇനി എന്താണ് ഹാബിറ്റേറ്റ്? ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ഈസ് ഇറ്റ്സ് ഹാബിറ്റേറ്റ് അല്ലേ. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം, അതായത് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസം നീഡ്സ് ടു സർവൈവ്. പോൺസ്, റിവേഴ്സ് ആൻഡ് ഫീൽഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റേറ്റ് അല്ലേ. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഹാബിറ്റേറ്റിൽ ഉണ്ട്. കുളം, പുഴ, വയൽ, അതായത് പോൺസ്, റിവേഴ്സ്, ഫീൽഡ്സ് എന്നിവ ആവാസങ്ങൾക്ക് അല്ലെ ഹാബിറ്റേറ്റിന് ഉദാഹരണങ്ങളാണ്. ഡിസ്കസ്, ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റേറ്റ്. അപ്പോൾ കൂടുതൽ ഹാബിറ്റേറ്റ് ഏതൊക്കെയാ? ട്രീ, ഡെസേർട്ട്, ഓഷ്യൻസ്, മൗണ്ടെയ്ൻസ്, ഗ്രാസ് ലാൻഡ് എക്സെട്ര. അപ്പോൾ ഹാബിറ്റേറ്റ് എന്താണ് എന്നുള്ളത് പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് ഹാബിറ്റേറ്റിൻ്റെ എക്സാമ്പിൾസ് എന്നും പഠിച്ചു. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ് ആണ്. ഒബ്സർവ് ദ പിക്ചർ. ഈ ഒരു പിക്ചർ നോക്കിക്കേ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്? റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഹാബിറ്റേറ്റ് ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് അത് താഴെ എഴുതുക. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ തന്നെ ട്രീസ്, അതുപോലെ തന്നെ ഡെസേർട്ട് കാണുന്നുണ്ട്, അതുപോലെ മൗണ്ടെയിൻ കാണുന്നുണ്ട്, ഓഷ്യൻസ്, ട്രീസ്, അങ്ങനെ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഹാബിറ്റേറ്റിൻ്റെ എക്സാമ്പിൾ എഴുതിയതൊക്കെ മക്കൾക്ക് എഴുതാം കേട്ടോ. എ ഫീൽഡ് ഈസ് എ ഹാബിറ്റേറ്റ്. ഫീൽഡ് ഒരു ഹാബിറ്റേറ്റ് ആണ്, അതായത് വയൽ. ഇറ്റ് ഹാസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ് വിച്ച് ആർ ദേ ഡിസ്കസ് ആൻഡ് റൈറ്റ്. അപ്പോൾ ഫീൽഡിലത്തെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഫീൽഡിൽ, വയലിൽ ഒരുപാട് ലിവിങ് തിങ്സും ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്.
ലിവിങ് തിങ്സിൽ നമുക്ക് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ എഴുതാം? ആനിമൽസ്, ബേർഡ്സ്. നോൺ ലിവിങ് തിങ്സിൽ സോയിലാണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റോൺസ്, വാട്ടർ എഴുതാം അല്ലേ. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്, സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ കല്ല് കേട്ടോ. അപ്പം നമ്മൾ ഹാബിറ്റേറ്റ് തന്നെ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവ, നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ദെയർ ആർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആൻഡ് മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ്സ്. അതുപോലെ തന്നെ ഹാബിറ്റേറ്റ്സ് രണ്ട് രീതിയിലുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സും മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ്സും. നാച്ചുറൽ ഹാബിറ്റേറ്റിന് ഒരു എക്സാമ്പിളാണ് ഫോറസ്റ്റ്, കാട് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ, സ്വയമായിട്ട് നാച്ചുറലായിട്ട് പ്രകൃതി തന്നെ തരുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ മാൻമെയ്ഡ് ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പം അത് എന്താണ്? അത് തനിയെ ഉണ്ടായതാണോ? അല്ല അല്ലേ, നമ്മൾ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ടാക്കുന്നതാണ്, ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ്. അപ്പോൾ നാച്ചുറൽ ഹാബിറ്റേറ്റ്സിനും മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സിനും എക്സാമ്പിളാണ് നമ്മൾ എഴുതേണ്ടത്. നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഫോറസ്റ്റ്, മെഡോസ്, ലേക്സ് എക്സെട്ര. പിന്നെ മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സോ? ഗാർഡൻസ്, ഫാംസ്, ഡാംസ് എക്സെട്ര. താഴെയുള്ള ബോക്സ് നോക്കിക്കേ. A habitat contains many living and non-living things. Plants, animals and microorganisms are examples of living things. Soil, air, water and sunlight are the main non-living things. അപ്പോൾ എന്താണ്? ഒരു ഹെബിറ്റേറ്റിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. അതിൽ പ്ലാന്റ്സ്, ആനിമൽസ്, അതുപോലെ മൈക്രോ ഓർഗാനിസംസ് എന്തൊക്കെയാണ്? അതൊക്കെ ജീവനുള്ള ലിവിങ് തിങ്സിന് ഉദാഹരണങ്ങളാണ്. സോയില്, അതുപോലെ തന്നെ എയർ, വാട്ടർ, സൺലൈറ്റ് എന്നിവ നോൺ ലിവിങ് തിങ്സിന് ഉദാഹരണങ്ങളാണ്. Do living things depend on non-living things like air, water, soil and sunlight? വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ? ഉണ്ട് അല്ലേ. സിമിലർലി ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അതുപോലെ തന്നെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ആൻ ഏരിയ ലിവ് ഇൻ ഇൻ്റർഡിപ്പെൻഡൻസ്. ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ അങ്ങനെയാണ് കഴിയുന്നത്. അടുത്തത് ഒബ്സർവ് ദ പിക്ചർ. ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂം. ഡ്രോ ലൈൻസ് ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് ബ്ലൂം ചെയ്യുന്നത്. പിന്നെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്രാസ് ഹോപ്പർ. പിന്നെ ഗ്രാസ് ഹോപ്പറിനെ പിന്നെ ആരാണ്? ഫ്രോഗ് ഭക്ഷണമാക്കാറുണ്ട്. പിന്നെ ഫ്രോഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്നേക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈഗിള് ചിലപ്പോഴൊക്കെ ഫിഷിനെയും കഴിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കിതൊരു ആരോ ഇട്ടിട്ട് എഴുതാം. ഇതൊരു ഫുഡ് ചെയിൻ ആണ് കേട്ടോ. പിന്നെ എല്ലാത്തിനും ആരോ എന്ത് ചെയ്യാം? സൺലൈറ്റിലേക്ക് കൊടുക്കാം. സൺലൈറ്റിനെ എല്ലാ ജീവികളും ആശ്രയിക്കുന്നുണ്ട്. നെക്സ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ. An ecosystem is an environment where living and non-living things live in interdependence. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ആശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ, അതായത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഫുഡ് ചെയിന് കണ്ടതുപോലെ പരസ്പരം ആശ്രയിച്ച് ജീവനുള്ളവയും ജീവനില്ലാത്തവയും കഴിയുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ട്രീസ്, ഫീൽഡ്സ്, പോൺസ്, സ്ട്രീംസ്, ഹിൽസ്, സാക്രഡ് ഗ്രോവ്സ് ആർ സ്മോൾ എക്കോസിസ്റ്റംസ്. അതായത് ചെറിയ എക്കോസിസ്റ്റംസ് ആണ് എന്തൊക്കെ? വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് തുടങ്ങിയവ. ഇനി ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട്, സീസ് ആൻഡ് പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റംസ്. ലാർജ് എക്കോസിസ്റ്റംസിന് ഉദാഹരണങ്ങളാണ് ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട്, സീസ് ആൻഡ് പോളാർ റീജിയൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ഇൻ്റർഡിപ്പെൻഡൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. അല്ലേ, ഒരു ആവാസ വ്യവസ്ഥയിലെ ഇൻ്റർഡിപ്പെൻഡൻസ് എങ്ങനെയെല്ലാമാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് ഒന്നിവിടെ തന്നിട്ടുണ്ട്. ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. അല്ലേ, ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ. പിന്നെയോ ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ബിറ്റ്വീൻ ബീസ് ആൻഡ് പ്ലാന്റ്സ്.
നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം അല്ലെ, എക്കോസിസ്റ്റത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ്. ഹിൽ ഹാസ് സംതിങ് ടു സ്റ്റേ, കുന്നിനുമുണ്ട് പറയാൻ. You can see us in many areas in your place. Is there anyone who hasn't climbed a hill? നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം. കുന്നു കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല അല്ലേ. We provide habitat for so many organisms, from earthworms to foxes and also for a variety of plants. മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നത്, കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും. We store rain water and later provide that water to wells, streams and fields. അതായത് ഞങ്ങൾ മഴവെള്ളം സംഭരിച്ച് വെക്കുന്നുണ്ട്, അതുപോലെ പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം എത്തിക്കുന്നു. We can control the wind and reduce the heat. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ അതാരാണ് ഇതൊക്കെ പറയുന്നത്? ഹില്ലാണ് അല്ലേ, കുന്നാണ് പറയുന്നത്. Don't you see we are in great crisis today? Do you realize our importance? ഇല്ലേ, കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് അല്ലേ, നല്ല പ്രശ്നത്തിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹില്ല് ചോദിക്കുകയാണ് കേട്ടോ. കുന്നുകൾ എന്ന് പറയുന്നത് എന്താണ്? മണ്ണിര മുതൽ കുറുനരി വരെയുള്ള ജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നവരാണ് അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് സസ്യങ്ങൾക്ക്. പിന്നെയോ കുന്നുകളുള്ളത് കൊണ്ട് മഴവെള്ളം അവർ സംഭരിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കൊക്കെ അവർ ആ വെള്ളം നൽകുകയാണ്. പിന്നെ കുന്നുണ്ടായത് കൊണ്ടാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത് അല്ലേ. നല്ല ചെറിയ കാറ്റൊക്കെ എന്താണ്, ചെറിയ കാറ്റായിട്ട് വരുന്നതൊക്കെ വലിയ കാറ്റായിട്ടാണ് നമുക്ക് വരിക. കുന്നുകളുള്ളത് കൊണ്ടാണ് കാറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാൻ പറ്റുന്നത്. ഇതൊന്നും ഓർമ്മയില്ലാതെ നമ്മൾ മനുഷ്യർ കുന്നുകളിപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് വാനിഷിംഗ് ഓഫ് ഹിൽസ്? കുന്നുകൾ ഇല്ലാതാവുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണുള്ളത്? എന്തൊക്കെയാണ് കുന്നിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാംഫുൾ ടു ദ എക്കോസിസ്റ്റം? ഡിസ്കസ് ആൻഡ് റൈറ്റ് അല്ലേ. ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തൊക്കെയാണ്? മനുഷ്യരുടെ ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡെമോളിഷൻ ഓഫ് ഹിൽസ് അല്ലേ, കുന്നിടിക്കലാണ്. പിന്നെ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഡീഫോറസ്റ്റേഷൻ, ഓവർ ഫിഷിംഗ്, പൊല്യൂഷൻ എന്നിവയൊക്കെയാണ് മനുഷ്യൻ്റെ ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ പൊല്യൂഷൻ എന്നുള്ള ഭാഗം തൊട്ട് അടുത്ത ക്ലാസ്സിലെടുക്കാം. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.